ചർച്ചയ്ക്കായി കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, കുസാറ്റ് അധ്യാപകൻ ഡോക്ടർ എസ് അഭിലാഷ് എന്നിവരൊപ്പം ചേരും. അതിനു മുൻപ് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തു നിന്നൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്ത് കനത്ത ചൂടാണ്, വടക്കൻ കേരളത്തിലാകെ വലിയ ചൂടാണ്. കണ്ണൂരിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തി കഴിഞ്ഞു. ഉമേഷ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്തു പറയുന്നു? സംസ്ഥാനത്ത് എന്തായാലും ഈ വർഷം, അതായത് 2023 ആരംഭിച്ച ശേഷമുള്ള കണക്ക് പരിശോധിച്ചാലും സാധാരണ അനുഭവപ്പെടേണ്ട ചൂടിനേക്കാൾ കൂടുതൽ ചൂട് പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ ജില്ലകളിലടക്കം അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ 70 ദിവസത്തെ കണക്ക് പരിശോധിച്ചാൽ 67 ദിവസവും സാധാരണ അനുഭവപ്പെടേണ്ടതിനേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെട്ട് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ രാജ്യത്ത് തന്നെ ഒരു ഘട്ടത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ചെറിയ മാറ്റമുണ്ടെങ്കിലും കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ദുരന്തനിവാരണ അതോറിറ്റിയോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമോ ഈ ചൂട് കൂടാൻ കാരണം കൃത്യമായി പറയുന്നില്ല. വേനൽ ചൂടാണ്, സ്വാഭാവികമായ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചൂട് കൂടുന്നു എന്നാണ് പറയുന്നത്. രണ്ട് രീതിയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൂടുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തുവിടുന്നത്. ഒന്ന്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റേഷനുകളിൽ ഉള്ള കണക്കുകൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ അത് ഔദ്യോഗിക കണക്കുകളായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കാറില്ല. പക്ഷേ അതിൽ രേഖപ്പെടുത്തിയ കണക്കാണ് ഏറ്റവും കൂടുതൽ ചൂട് കേരളത്തിൽ അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കാരണം ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ കണ്ണൂർ എയർപോർട്ടിലടക്കം 42 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഇതുപ്രകാരം എത്തിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി ഓരോ ദിവസത്തെയും ചൂടിൻ്റെ കണക്ക് IMD പുറത്തുവിടാറുണ്ട്. അത് മറ്റ് ചില സ്റ്റേഷനുകൾ പ്രകാരമാണ്. അത് പ്രകാരമാണെങ്കിൽ ഇതുവരെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കോട്ടയത്തും കണ്ണൂരും തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 40-ന് മുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നിൽക്കുന്നു. ഇന്നലത്തെ കണക്ക് പരിശോധിച്ചാൽ കണ്ണൂർ ചേമ്പേരിയിൽ 40.5 ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത്. കൂടാതെ കാസർഗോഡ് 39 ഡിഗ്രി സെൽഷ്യസും താപനില ഉണ്ടായിരുന്നു. ഇത് രണ്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റേഷനുകളിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അതേസമയം ഔദ്യോഗികമായി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നലെ ചൂട് രേഖപ്പെടുത്തിയത് കോട്ടയത്താണ്. അത് 36.5 ഡിഗ്രി സെൽഷ്യസാണ്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 1.8 ഡിഗ്രി സെൽഷ്യസാണ് കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ കോഴിക്കോട് 36.4 ഡിഗ്രി സെൽഷ്യസ് താപനിലയും രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം, അതായത് 9-ാം തീയതിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഹീറ്റ് ഇൻഡെക്സ് പുറത്തിറക്കിയത്. ഹീറ്റ് ഇൻഡെക്സ് അഥവാ താപസൂചിക പ്രകാരം 9-ാം തീയതി സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേക കേന്ദ്രങ്ങൾ, അതായത് ഒന്ന് നെയ്യാറ്റിൻകര ഭാഗം കേന്ദ്രീകരിച്ചും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചും റെഡ് സിഗ്നൽ അവർ നൽകിയിരുന്നു. അതായത് റെഡ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ആ താപനില അല്ല, ചൂടാണ് കണക്കാക്കുന്നത്. അതായത് 54 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് ആ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ചൂട് കണക്കാക്കുന്നത് ഒരു സ്ഥലത്ത് അനുഭവപ്പെടുന്ന താപനിലയും ആ സ്ഥലത്തെ ആപേക്ഷിക ആർദ്രതയും കൂടി ചേർത്ത്, അതായത് അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവും കൂടി ചേർത്താണ് ആ ഒരു ചൂട് കണക്കാക്കുന്നത്. തീരദേശം കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആർദ്രത സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർദ്രത കൂടുമ്പോൾ ചൂട് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ആർദ്രത അല്ലെങ്കിൽ അന്തരീക്ഷ ബാഷ്പം അതൊരു ഗ്രീൻ ഹൗസ് വാതകങ്ങളെ പോലെ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചൂട് IMD രേഖപ്പെടുത്തുന്ന കണക്കിനേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങും. ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. എന്തായാലും ആ ഹീറ്റ് ഇൻഡെക്സ് താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതിന് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്ന കാരണം 54 ഡിഗ്രി സെൽഷ്യസ് ചൂട് അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ചൂട് രേഖപ്പെടുത്തുന്നതല്ല, അത് പ്രത്യേക ഫോർമുലയെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. എങ്കിലും സംസ്ഥാനത്ത് ചൂടുണ്ട്. അത് ഈ പറയുന്നത് പോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കിൽ പറയുന്നതിനോടൊപ്പം ആർദ്രത കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇനി പ്രതിരോധ മാർഗ്ഗങ്ങൾ തന്നെയാണ് ഏറ്റവും സുപ്രധാനം. അതിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിൽ ഈ പറയുന്നത് പോലെ തണ്ണീർ പന്തലുകൾ, അതായത് വെള്ളം പല സ്ഥലങ്ങളിലും കരുതുന്നതിനൊപ്പം ഈ ചൂട് കൊള്ളാതെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ഒരുക്കണം. ചൂടിന് ചെറിയൊരു ആശ്വാസം വരുന്ന രീതിയിൽ തണ്ണീർ പന്തലുകൾ അത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് നടപ്പാക്കാമെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ 3
11 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഏറ്റവും കൂടുതൽ ചൂടിൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ്. ഈ സമയം നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കാത്ത രീതിയിലുള്ള ജോലികൾ ചെയ്യണം. അത്തരത്തിൽ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലികൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പോലീസുകാരാകട്ടെ മറ്റുള്ളവരെല്ലാം കൊടയോ മറ്റ് തണൽ ലഭിക്കുന്ന ഉപകരണങ്ങളോ എല്ലാം ഉപയോഗിച്ച് വേണം. അവരുടെ ദുരന്തങ്ങൾ, അവരുടെ ദുരിതം, അവർ അനുഭവിക്കുന്ന ചൂടിൻ്റെ ആഴം, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് വരാനുണ്ട്. കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഒപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, എന്തുകൊണ്ട് ഇത്രയും ചൂട്? നമുക്ക് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കടലിൻ്റെ ഒരു സാമീപ്യവും അതുപോലെ തന്നെ മലകളുടെ സാമീപ്യവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കടലിൻ്റെ സാമീപ്യമുള്ളത് കൊണ്ട് തന്നെ അന്തരീക്ഷത്തിൻ്റെ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലായിരിക്കും. ഇവിടെ ഒരു പ്രോസസ്സ് നമ്മൾ ജോഗ്രഫിപരമായി ഭൂമിശാസ്ത്രപരമായ ഒരു കാര്യം എല്ലാവരും പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് അന്തരീക്ഷത്തിലൂടെ താഴേക്ക് വരുമ്പോഴല്ല നമ്മുടെ അന്തരീക്ഷവും കരയും കടലും ഒന്നും ചൂടാവുന്നത്. അത് ബേസിക്കായിട്ടുള്ളൊരു ഭൂമിശാസ്ത്രമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അന്തരീക്ഷ ശാസ്ത്രമാണ്. സൂര്യപ്രകാശവും ചൂടുമൊക്കെ നേരിട്ട് ഭൂമിയിലേക്ക് വരികയും അത് ഭൂമിയിലെത്തിയതിന് ശേഷം കരയെയും കടലിനെയും ചൂടാക്കി മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ചൂട് കിട്ടുന്നത്. അങ്ങനെ മുകളിലോട്ട് ചൂട് പോകുമ്പോൾ ആ ചൂട് റീറേഡിയേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് പോകണം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്ന് പറഞ്ഞ് മുകളിലേക്ക് അങ്ങ് പോകണം. ഈ ചൂട് ചൂടുള്ള വായു വികസിച്ച് പോകാതെ ഇവിടെ തങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ആർദ്രത കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയാലും ചൂട് ഇവിടെ കൂടി നിൽക്കും, ആർദ്രത കൂടിയാലും ചൂട് കൂടി നിൽക്കും. കടലിലുണ്ടാകുന്ന ചക്രവാത ചുഴികളുടെ ഭാഗമായും അതിൻ്റെ ദിശ ഒന്ന് മാറിയാലും ചൂട് നിൽക്കും. ഇങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ചൂട് കൂടിയിരിക്കുന്നത്. 1901 ശേഷം നമ്മുടെ ഫെബ്രുവരിയിലെ കണക്കെടുത്താൽ കഴിഞ്ഞ ഫെബ്രുവരി 28 1901 ശേഷമുള്ള ഏറ്റവും വലിയ ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടു. 2016 ഇതുപോലൊരു വലിയ ചൂട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചൂട് വരുന്നതിന് പ്രാദേശികമായ ഘടകങ്ങളുമുണ്ട്, ആഗോളതലത്തിലുള്ള ഘടകങ്ങളുമുണ്ട്. പ്രാദേശിക ഘടകങ്ങൾ തീർച്ചയായും നമ്മുടെ ഭൂവിനിയോഗ രീതികളും നമ്മുടെ നിർമ്മാണ രീതികളും ഒക്കെ ഈ സോളാർ റേഡിയേഷനെ സ്വാധീനിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്കിപ്പോൾ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസം കൂടി കാണാനുമുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ശരി, ഡോക്ടർ എസ് അഭിലാഷ്, ഈ ആഗോള താപനത്തിൻ്റെ ആദ്യ ഇരകളോ നമ്മൾ എന്നുറപ്പിക്കാറായോ? ആഗോള താപനത്തിന്റെ ഇരകൾ ആഗോളതലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളും ഒരുപോലെ അനുഭവിക്കുന്ന, ഒരു ഹോമോജീനിയസ് ആയിട്ട് എല്ലാവരും ഒരേപോലെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നതാണ് ഈ ഉഷ്ണതരംഗങ്ങളുടെയും കാട്ടുതീയുടെയും ഒക്കെ വരവ്. അത് കേരളത്തിൽ മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ വർഷം കാനഡയിൽ കാട്ടുതീയും ഉഷ്ണതരംഗങ്ങളും ഉണ്ടായി. പൊതുവെ അവിടെ ഉണ്ടാകാറില്ല. അങ്ങനെ നോക്കുമ്പം പണ്ട് കാലങ്ങളിൽ ഉഷ്ണതരംഗങ്ങളും കാട്ടുതീയും മറ്റും ദൃശ്യമാകാതിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ അതൊക്കെ കടന്നു വരുന്നത്. ഒരുപക്ഷെ കേരളത്തിലും കാട്ടുതീയൊക്കെ ഈ ഒരു അതായത് നമ്മുടെ വേനൽക്കാലത്തിന്റെ പീക്ക് സമ്മറിലേക്ക് ഇതുവരെ നമ്മൾ കടന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ കാട്ടുതീയും ഒക്കെ ഇത്രയും വ്യാപകമായിട്ട് ദൃശ്യമാകുന്നത് ആഗോള താപനത്തിന്റെ ഫലമായിട്ടുള്ള പ്രതിഫലനങ്ങൾ നമ്മൾ പ്രാദേശികമായിട്ടും. അപ്പോൾ ഇതിലും ചൂട് വരാനിരിക്കുന്നുവെന്നോ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് പീക്ക് സമ്മർ എന്ന് പറയുന്നത് സൂര്യൻ അതിന്റെ ഉത്തരായനത്തിലേക്ക് കടക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഒരു 23-ാം തീയതിയോടുകൂടിയാണ് ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ എത്തുന്നത്. അതിനുശേഷം അത് സൂര്യനല്ല വടക്കോട്ട് സഞ്ചരിക്കുന്നത്, ഭൂമിയുടെ അച്ചുതണ്ടിൽ ഉള്ള ചരിവ് കാരണം നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിലും സൂര്യന്റെ ലംബമായ കിരണങ്ങൾ നമ്മുടെ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത് ഏകദേശം മാർച്ച് 20-നും ഒരു ഏപ്രിൽ പകുതി വരെയൊക്കെയാണ്. അപ്പൊ ഈ സമയത്താണ് കേരളത്തെ സംബന്ധിച്ച് ഒരു പീക്ക് സമ്മർ എന്ന് പറയുന്നത്. അപ്പം ഈ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യന്റെ ലംബമായ കിരണങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് കൊണ്ട് പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് റേഡിയേഷൻ കൂടുതൽ സർഫസിൽ എത്തും എന്നുള്ളതാണ്. ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ, അതായത് ലംബമായ കിരണങ്ങൾ വരുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടി ഈ സൂര്യന്റെ രശ്മികൾക്ക് സഞ്ചരിക്കുന്ന ദൂരം അത് വളരെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് അന്തരീക്ഷ ഘടകങ്ങൾ, ഇപ്പം നമ്മുടെ പ്രദേശത്ത് വലിയ തോതിലുള്ള മഴമേഘങ്ങളില്ല. അപ്പം ഇതൊക്കെ അൾട്രാവയലറ്റിനെ കുറച്ചൊക്കെ തടഞ്ഞു നിർത്തുന്ന കാരണങ്ങളാണ്. പക്ഷേ ആ മഴമേഘങ്ങൾ ഇല്ലാത്തതും സൂര്യന്റെ ലംബമായ കിരണങ്ങൾ നമ്മുടെ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് അൾട്രാവയലറ്റ് ഇൻഡെക്സ് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഈ പ്രത്യേകിച്ചും അടുത്ത
ഒരു മാസം. അത് പൊതുവെ അൾട്രാവയലറ്റ് ഇൻഡെക്സ് കൂടുന്നത് രാവിലെ 11:30 ഒരു ഉച്ചയ്ക്ക് 2:30 ഇടയിലാണ്. അപ്പൊ ഈ സമയത്താണ് പ്രത്യേകിച്ചും പുറം ജോലികൾ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും സൂര്യപ്രകാശം ഡയറക്റ്റ് ശരീരത്തിൽ ഏൽക്കാതെ സൂക്ഷിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ തൊഴിൽ, അതായത് ജോലി സമയമൊക്കെ പുനഃക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സമയമാണ് നമ്മളെ സംബന്ധിച്ചും ഉഷ്ണ തരംഗവും അല്ലെങ്കിൽ കൂടുതൽ ചൂടുള്ള ഒരു കാലഘട്ടം കേരളത്തെ സംബന്ധിച്ച്. പിന്നീട് വടക്കേ ഇന്ത്യയിലേക്കാണ് ഈ ചൂട്, കാരണം സൂര്യന്റെ ലംബമായ കിരണങ്ങൾ പിന്നീട് വടക്കേ ഇന്ത്യയിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിനനുസരിച്ച് ഒരു മെയ് മാസം ജൂൺ മാസമൊക്കെയാണ് വടക്കേ ഇന്ത്യയെ സംബന്ധിച്ച് അതിഭയങ്കരമായിട്ടുള്ള ഉഷ്ണതരംഗങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അത് വടക്കേ ഇന്ത്യയെ സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അത് കടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഈ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായിട്ട് കണ്ടുവരുന്നത് വടക്കേ ഇന്ത്യയിൽ നിന്നും ആരംഭിക്കുന്ന ഉഷ്ണതരംഗങ്ങൾ, അതായത് രാജസ്ഥാനിൽ നിന്നും നമ്മുടെ തെലങ്കാന വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉഷ്ണതരംഗ മേഖലയുണ്ട്. അപ്പൊ അവിടെ ആ സമയത്ത് മെയ് മാസത്തിലൊക്കെ താപനില 45 ഡിഗ്രിക്ക് മുകളിലും പോകാറുണ്ട്. അപ്പൊ അതാണ് ഒരു യഥാർത്ഥ ഉഷ്ണതരംഗമായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിലും പ്രത്യേകിച്ച് പാലക്കാട്, മലപ്പുറം ജില്ലകളിലൂടെ കേരളത്തിലേക്കും വ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ സമയത്ത് ആ രീതിയിലുള്ള ഒരു പ്രശ്നം കേരളം അഭിമുഖീകരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരു പീക്ക് സമ്മറിലേക്ക് പോവുകയും മഴ മാറി നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്. കാരണം ഈ സാധാരണ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പീക്ക് സമ്മർ തുടങ്ങുന്നത് മാർച്ച് മാസത്തിലൂടെയാണ്. പക്ഷേ ഈ വർഷം സംഭവിച്ച അതിന് വിപരീതമായിട്ട് കുറച്ച് മുന്നേ തന്നെ നമ്മുടെ സമ്മർ സിറ്റുവേഷൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അത് ഫെബ്രുവരി മാസത്തിൽ മുൻപേ സുഭാഷ് സാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു 120 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ആ ഒരു 120 വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഫെബ്രുവരി മാസമാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. അത് ആഗോളതാപനം ഒരു കാരണമായിട്ട് നമ്മൾ പറയുമെങ്കിൽ പോലും അന്തരീക്ഷത്തിലെ ചില കാറ്റിന്റെ ഡയറക്ഷനും അല്ലെങ്കിൽ അതുപോലുള്ള ചില എതിർ ചക്രവാതം, അതായത് ആന്റി സൈക്ലോണിക് സർക്കുലേഷൻ സർഫസിൽ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ ഇത് കാണാറുണ്ട്. ഇതിന്റെ പൊസിഷൻ അനുസരിച്ചിരിക്കും. കാരണം ഫെബ്രുവരി മാസത്തിൽ എയർ കംപ്രസ് ചെയ്യുന്ന, സർഫസിൽ വന്ന് കംപ്രസ് ചെയ്യുന്ന, നമ്മൾ ചക്രവാതം അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് എന്ന് പറയുമ്പോൾ എയർ മറ്റു ദിശയിൽ നിന്നും ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ ഈ ആന്റി സൈക്ലോൺ എന്ന് പറയുമ്പോൾ എയർ കംപ്രസ് ചെയ്ത് ആ ഭാഗത്തെ ചൂട് കൂടുന്ന, വായുവിന്റെ മർദ്ദം കൂടുന്നതോടൊപ്പം തന്നെ വായുവിന്റെ ചൂടും കൂടും. ഈ ആന്റി സൈക്ലോണിൽ നിന്ന് ബഹിർഗമിക്കുന്ന, ഡൈവേർജ് ചെയ്യുന്ന ആ ഒരു വായുവായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസം പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലും പാലക്കാട് ഒക്കെ. വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ കണ്ണൂരും ഒക്കെ താപനില 40 ഡിഗ്രിയോട് അടുത്ത് നമുക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അനുഭവപ്പെട്ടത്. ശരി ഡോക്ടർ അഭിലാഷ്, ഞാൻ അങ്ങനെയൊക്കെ വരാം. ചില റിപ്പോർട്ടുകൾ കൂടി ഇതിനിടയിൽ കണ്ടുപോകേണ്ടതുണ്ട്. കനത്ത വേനലിനെ തുടർന്ന് പാലക്കാട്ടെ ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നു. മലമ്പുഴ ഡാമിലാണ് ഏറ്റവും കൂടുതൽ ജലനിരപ്പ് താഴ്ന്നത്. മറ്റു ഡാമുകളിലും വെള്ളം കുറഞ്ഞത് കർഷകരെ ആശങ്കയിലാക്കുകയാണ്. .04 മീറ്ററാണ് മലമ്പുഴ ഡാമിന്റെ ഇന്നലത്തെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇത് 106.47 മീറ്ററായിരുന്നു. മുൻവർഷത്തേക്കാൾ 2 മീറ്ററോളമാണ് ഇത്തവണ ജലനിരപ്പ് താഴ്ന്നത്. ജലസേചനത്തിനായി നവംബർ 15 മുതൽ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടിട്ടുണ്ട്. ഈ മാസം 15 വരെ ജലവിതരണം തുടരും. എന്നാൽ ജലനിരപ്പ് താഴ്ന്നത് കർഷകരെ ആശങ്കയിലാക്കി. ജില്ലയിലെ മറ്റു ഡാമുകളിലും ജലനിരപ്പ് താഴ്ന്നു വരികയാണ്. വാളയാറിൽ 195.3 മീറ്ററാണ് ജലനിരപ്പ്. പോത്തുണ്ടി, ചുള്ളിയാർ, മീങ്കര, മംഗലം, കാഞ്ഞിരപ്പുഴ, ശിരുവാണി എന്നിവിടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. പോത്തുണ്ടിയിൽ 92.41 മീറ്ററും ചുള്ളിയാറിൽ 141.73 മീറ്ററുമാണ് ജലനിരപ്പ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇവിടെയും ജലനിരപ്പ് കുറവാണ്. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഡാമുകളിലെ ജലനിരപ്പ് കുറഞ്ഞത് കുടിവെള്ള പദ്ധതികളെയും ജലസേചന പദ്ധതികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ ജലവിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. ഒരു റിപ്പോർട്ട് കൂടി കാണാം. പകൽ കത്തുമ്പോൾ ചൂടിൽ വാടിത്തളരുകയാണ് ഓട്ടോ തൊഴിലാളികൾ. വേനലിന്റെ കാഠിന്യം നേരത്തെ എത്തിയതിനാൽ ഏറെ കഷ്ടത്തിലാണ് തൊഴിലാളികൾ. പൊരിവെയിലത്ത് കുടിവെള്ളം പോലും കിട്ടുന്നില്ലെന്ന് അവർ പറയുന്നു.
പോകുന്നത്? ചേട്ടാ എൻ്റെ ഒരു സുഹൃത്തിനെ ഒന്ന് കാണാനായിട്ടായിരുന്നു. നല്ല ചൂടാണല്ലേ ഇവിടെ? ഭയങ്കര ചൂടല്ലേ. ഇന്നലെ 35 ഡിഗ്രിയോളം ഉണ്ടായിരുന്നു ചൂട്. ഇന്നിപ്പം അതിലും കൂടുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ചൂട് സമയത്ത് എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു അവസ്ഥ? എങ്ങനെയാണ് ഓട്ടോ സമയത്ത് ഓട്ടം കിട്ടുന്നതിനുപരി പെട്രോൾ വില അടുത്ത മാസം 2 രൂപ കൂടുമെന്ന് പറയുന്നുണ്ട്. ഗ്യാസിന് ഡെയിലി വില കൂട്ടുന്നുണ്ട്. കേരള സർക്കാർ പറയുന്നു കേന്ദ്രമാണ് കൂട്ടുന്നത്, കേന്ദ്രം പറയുന്നു കേരളമാണ് കൂടുന്നത്. ആര് കൂട്ടിയാലും സാധാരണക്കാരായി നമ്മളെ ബാധിക്കുന്നത്. ഈ ചൂട് സമയത്തൊക്കെ ആൾക്കാർ കയറുന്നുണ്ടോ? ഇല്ല, ഓട്ടം വളരെ കുറവാണ്. ആരും പുറത്തിറക്കുന്നില്ല. കാരണം പൊള്ളലേൽക്കുന്ന രീതിയിൽ ചൂട് വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മാസം എന്ത് കിട്ടും അപ്പോൾ കയ്യിൽ? 500-600 രൂപയൊക്കെ ഡെയിലി എങ്ങനെയൊക്കെ ഓടി. അതിൽ സി സി അടയ്ക്കണം അല്ലേ? അതിൽ സി സി അടയ്ക്കണം. 7,000-7,500 രൂപ സി സി അടയ്ക്കണം. വെള്ളം കുടിച്ചാൽ വെള്ളം കംപ്ലീറ്റ് വേർത്ത് പോകുന്ന ഒരു സ്ഥിതിയാണ്. അല്ലാതെ യൂറിനായിട്ട് പോകുന്നില്ല. ആ ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത്. കാര്യം ഹ്യൂമിഡിറ്റി കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് എടുത്തോട്ടെ. ഇതിനെ പോകുമ്പോഴേക്ക് ഇവിടെ ഒരു പൈപ്പുണ്ട്, സർക്കാരിൻ്റെ പൈപ്പാണ്. നല്ല വെള്ളം കിട്ടുന്നുണ്ട്. എന്താ വെള്ള കളർ? അത് ക്ലോറിൻ കൂടുതലാണ്. ഈ വെള്ളമാണ് ഇപ്പൊ കുടിക്കുക? ഇതിപ്പോ കുറച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ക്ലോറിന് മാറും. ചേട്ടാ ഈ ചൂട് സമയത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ? ചൂട് സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഫുൾ ടൈം വേർത്തായിരിക്കുന്നത്. കാരണം വേറെ പുറത്തുനിന്ന് കാറ്റ് കയറാനുള്ള സൗകര്യമില്ല. വണ്ടി ഓടുമ്പോഴേക്ക് 2 സൈഡിൽ നിന്ന് ഓടുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ടൈമിൽ ഫുള്ള് വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ വേർത്ത് ഒരു പരുവത്തിലായിരിക്കുന്നത്. വെള്ളം പിന്നെ സർക്കാർ 10 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന വെള്ളം ഇപ്പോൾ പെട്ടെന്നാണ് 20 രൂപയ്ക്ക്. അപ്പോൾ അതും വളരെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സർക്കാർ 11 മുതൽ 3 മണി വരെ ഇറങ്ങരുതെന്ന് പറയുമ്പോൾ അതിനുള്ളൊരു സാമ്പത്തികമായിട്ടൊരു സോഴ്സ് കൂടെ കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ പുറം തൊഴിലാളികൾക്ക് ഓക്കെ, അവരെ വീണ്ടും ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. കാരണം 3 മണിക്ക് ശേഷം പിന്നെ അവർ ഈ ഇത്രയും പോയ ടൈം പിന്നെ ചെയ്യേണ്ടി വരും. എത്ര ചേട്ടോ? 80 രൂപ. അപ്പൊ ശരി ചേട്ടാ, പിന്നെ കാണാം നമുക്ക്. ശരിയാണോ? ശരി. അടിക്കടി ഉയരുന്ന പെട്രോൾ വില തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെ പൊള്ളിക്കുകയാണ്. അതിനു പുറമെയാണ് ശരീരത്തിൽ ബാധിക്കുന്ന ഈ ഒരു കൊടും ചൂട്. നിരത്തിലിറങ്ങുകയേ മാർഗമുള്ളൂ. ഇവർക്കും ജീവിക്കണം. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നു. കർഷകർ വലിയ ദുരിതത്തിലേക്കാണ്. തൊഴിലാളികളുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. അവർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. ഈ 11 മുതൽ 3 വരെ പുറത്തിറങ്ങാതെ ഞങ്ങൾ അകത്തിരുന്നാൽ ഞങ്ങളുടെ നിത്യജീവിതം എങ്ങനെ കഴിഞ്ഞു പോകുമെന്ന്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഈ വലിയ പഴക്കമില്ലാത്ത കാലത്ത് വരെ 36 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ പതിവായി. ഇന്നത്തെ ചൂട്, ഇന്നത്തെ താപനില എന്നൊക്കെ റേഡിയോയിലും ടെലിവിഷനിലുമൊക്കെ. ഇന്നിപ്പോൾ കണ്ണൂരിൽ 42 രേഖപ്പെടുത്തി എന്ന വാർത്ത വരുന്നുണ്ട്. ഈ 42 ഡിഗ്രിയൊക്കെ നമ്മൾ എങ്ങനെ താങ്ങാനാണ്? തീർച്ചയായും പാലക്കാട് മാത്രമായിരുന്നു നമുക്ക് നേരത്തെ ഒരു ചൂടിങ്ങനെ വളരെ കൂടിയൊക്കെ നിന്നത്. ബാക്കി ഒരു 40 ഡിഗ്രിക്ക് വെച്ചൊക്കെ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മാർച്ച് ഇന്ന് 12 ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഇത്രയും ചൂട് വരുന്നത് വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കൊടുക്കേണ്ടതാണ്. ഈ തൊഴിലുറപ്പ് പോലുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ പീരീഡൊക്കെ ജോലിയായി കണക്കാക്കി അവർക്ക് ആനുകൂല്യം കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കാര്യം ആളുകൾ ജീവിച്ചിരുന്നിട്ടാണല്ലോ ഇതെല്ലാം പിന്നെ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായും ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾക്കൊരു മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തതൊരു വലിയ പ്രതിസന്ധിയാണ്. നമുക്കിപ്പോൾ പ്രളയവും വെള്ളപ്പൊക്കവും ഒക്കെ കുറേ നമ്മൾ മാനേജ് ചെയ്യുന്നു. പക്ഷേ വരൾച്ച അങ്ങനെ ഇതുവരെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ദുരന്ത നിവാരണ അതോറിറ്റി കുറച്ച് പിന്നെ മുൻകരുതലുകൾ, നിങ്ങൾ 10 മണി മുതൽ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുതെന്ന് പറയും. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ നടത്തും. അപ്പോൾ പിന്നെ ഓഫീസിൽ ആളുകൾ പങ്കെടുക്കണം. ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം കിട്ടത്തില്ല. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? അപ്പോൾ ഇതെല്ലാം കൂടെ പൊരുത്തപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം മഴക്കാലത്തിന്, പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനും നമ്മളൊരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വേനൽക്കാലത്തിന് നമ്മൾക്കൊരു ഷെഡ്യൂളും ഒരു പ്ലാനും ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓഫീസുകൾ റീഷെഡ്യൂൾ ചെയ്യണം, സ്കൂളുകൾ അങ്ങനെ ചെയ്യണം, പരീക്ഷകൾ അങ്ങനെ വേണം, തൊഴിലിടങ്ങൾ അങ്ങനെ വേണം, സ്ഥാപനങ്ങൾ തുറക്കുന്ന സമയത്തിന് വ്യത്യാസം വരുത്തണം. അപ്പോൾ ഇങ്ങനെ ഒരു റീഷെഡ്യൂളിംഗ് നടത്തണം. നിങ്ങൾ മനസ്സിലാക്കൂ, ലോകത്ത് ചില രാജ്യങ്ങളിൽ 6 മാസക്കാലം ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ 6 മാസം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത 6 മാസക്കാലത്തെ
അവർ മാറ്റുന്നത് ബാക്കി 6 മാസക്കാലം കാര്യങ്ങളൊക്കെ സംഭരിച്ച ഗ്രാമത്തിലൊക്കെ വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിലടക്കം അങ്ങനെ കേട്ടിട്ടുണ്ട്, കാശ്മീരിലടക്കം അങ്ങനെ കേട്ടിട്ടുണ്ട്, പല മാസങ്ങളിലും പുറത്തിറങ്ങാൻ പറ്റാത്തത്ര തണുപ്പാണ്. ജമ്മു കാശ്മീരിൽ അങ്ങനെയാണ്, വിവിധ രാജ്യങ്ങളിൽ അങ്ങനെയാണെന്ന്, ഒരുപാട് രാജ്യങ്ങളിൽ അങ്ങനെയാണെന്ന്. കാരണം ഭയങ്കരമായ തണുപ്പ് വരുമ്പോൾ തണുപ്പ് സീസണിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അതികഠിനമായ മഞ്ഞ് വീഴ്ചയുള്ളപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ കേരളത്തിനൊരു ക്ലൈമാറ്റിക് കലണ്ടറിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു ക്ലൈമാറ്റിക് കലണ്ടർ ആക്ഷൻ പ്ലാൻ ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അത് വളരെ പ്രധാനമാണ്. ഗവൺമെന്റുകൾ വളരെ സീരിയസ് ആയിട്ട് അത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളൊക്കെ വളരെ ഗൗരവമായി ഒരു കലണ്ടർ ഫിക്സ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെ കൃത്യമായൊരു നിർദ്ദേശമാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. ഡോക്ടർ എസ് അഭിലാഷ്, അതായത് ഈ ഒരു രാത്രി തോരാതെ മഴ പെയ്താൽ പിറ്റേന്ന് വെള്ളപ്പൊക്കം, ആ തുടരെ മഴ പെയ്യുന്ന കാലമൊന്ന് കഴിഞ്ഞ് ഒരു ദിവസം സൂര്യൻ തെളിഞ്ഞു വന്നാൽ കൊടും ചൂട്, വല്ലാത്തൊരു കാലാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നമ്മള് ഈ 2018 ശേഷം ഇങ്ങോട്ട് നമ്മൾ പ്രളയത്തെ പറ്റി മാത്രമാണ് സംസാരിച്ചത്. പക്ഷെ അതിന് 2 വർഷത്തിന് മുമ്പ്, അതായത് 2015-16 കാലഘട്ടം നമ്മൾ 2-3 പ്രളയം നമ്മൾ കണ്ടപ്പോൾ വരൾച്ചയെ പറ്റി നമ്മൾ പൂർണ്ണമായിട്ട് മറന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 2015-16 എന്ന് പറയുന്നത് കൊടും വരൾച്ചയുടെ കാലഘട്ടമായിരുന്നു. കാരണം 15 ഒരു എല്ലിനോ കണ്ടീഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മൊത്തം ഒരു മഴക്കുറവായിരുന്നു. അതിനുശേഷം 2016 ആയപ്പോഴേക്കും എല്ലിനോ കണ്ടിന്യൂ ചെയ്തു പോയി. ഇന്ത്യയിൽ മഴ മെച്ചപ്പെട്ടെങ്കിലും കേരളത്തിൽ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഴക്കുറവായിരുന്നു. അതിന്റെ പാർട്ടായിട്ട് നമ്മൾ പല പ്രദേശങ്ങളും, പല നദികളും അല്ലെങ്കിൽ പല പ്രദേശങ്ങളും ഒരു മരുഭൂമിയിലേക്ക് പോകുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരികയുണ്ടായി. ആ സമയത്താണ് ഒരുപക്ഷെ 2015 പാലക്കാട് 42 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഉഷ്ണതരംഗങ്ങളെ പറ്റി കൂടുതൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് പോലും. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ, ഈ കണ്ണൂർ 42 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അത് ഏത് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയതാണെന്ന് ആശ്രയിച്ചിരിക്കും. കാരണം IMDയുടെ സ്റ്റേഷനിൽ കണ്ണൂരിൽ ഇതുവരെ 42 ഡിഗ്രി സെൽഷ്യസ് കാണിച്ചിട്ടില്ല. കാരണം ഈ AWS ഉള്ള ഡേറ്റ നമുക്ക് അത്ര റിലയബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് പൊതുവെ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്, പാലക്കാടും മലപ്പുറമാണ്. കണ്ണൂർ അതുപോലുള്ള AWS സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഡേറ്റയും നമ്മുടെ സാധാരണ ഒരു തെർമോമീറ്റർ അളക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ മെഷർമെന്റും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ടെക്നിക്കലി തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പഴയ കാലത്തെ താപനിലയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഈ AWS മെഷർ ചെയ്യുന്ന 42 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പം കഴിഞ്ഞ ഒരു 10 വർഷം AWS എന്നുള്ള ഡേറ്റ നമ്മുടെ കയ്യിലില്ല. അപ്പൊ ആ കഴിഞ്ഞ 10 വർഷം നമ്മുടെ ആ ഡേറ്റ ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷവും ഈ AWS ഒരുപക്ഷെ 40-41 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പം നമ്മൾ ഒരു കാലയളവിൽ, അതായത് ഒരു കുറഞ്ഞ പക്ഷെ ഒരു 10-20 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉള്ള സ്ഥലത്തെ ടെമ്പറേച്ചർ എടുത്തിട്ട് മാത്രമേ നമ്മൾ ഈ വർഷത്തെ ടെമ്പറേച്ചർ കഴിഞ്ഞ വർഷത്തെ ടെമ്പറേച്ചർ അങ്ങനെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ താപനിലയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം AWS അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അത് മാത്രം കാണിച്ചുകൊണ്ട് നമ്മൾ ചൂട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുന്നു എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പം ആ സമയത്ത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ IMDയുടെ മറ്റു സ്റ്റേഷനുകളിലെല്ലാം ഫെബ്രുവരി മാസത്തിൽ 39-40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്പം കുറഞ്ഞിട്ടുണ്ട് ഈ മാർച്ച് മാസം ആയപ്പോഴും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആ എതിർ ചക്രവാത ചുഴി അല്ലെങ്കിൽ ആന്റി സൈക്ലോണിക് സർക്കുലേഷന്റെ പൊസിഷൻ മാറിയപ്പോൾ ഈ വടക്കൂന്ന് വരുന്ന ആ ചൂട് കൂടിയ കാറ്റിന്റെ വഴവ് കുറഞ്ഞു. അതുവഴി ഈ ഫെബ്രുവരിയിൽ അനുഭവപ്പെട്ട ചൂടിനെക്കാളും യഥാർത്ഥത്തിൽ കുറച്ച് ചൂടാണ് നമ്മളിപ്പോൾ മാർച്ച് മാസത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം ആണ് നമ്മുടെ വേറൊരു വില്ലനായിട്ട് വരുന്നത്. ഫെബ്രുവരിയിൽ ഹ്യൂമിഡിറ്റി കുറവായിരുന്നു. പക്ഷെ മാർച്ച് മാസം ആയപ്പോഴേക്കും നമ്മുടെ പ്രദേശത്തെ ഹ്യൂമിഡിറ്റി ഏകദേശം ഇപ്പോൾ ഒരു 60% അല്ലെങ്കിൽ 70% അടുത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 60% ഹ്യൂമിഡിറ്റിയിൽ ഒരു 37, ഇപ്പോൾ IMDയുടെ സ്റ്റേഷൻസ് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരു 37 ഡിഗ്രിക്ക് അടുത്തുള്ള താപനിലയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 37 ഡിഗ്രി താപനിലയും 60% ഹ്യൂമിഡിറ്റിയും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂടിന്റെ അളവെന്ന് പറയുന്നത് ഒരു 48 ഡിഗ്രി 50 ഡിഗ്രി. ഈ 54 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് എക്സാജറേറ്റഡ് ആണ്. അതെങ്ങനെ? കാരണം ഈ പല ഇത്തരം ഹീറ്റ് ഇൻഡെക്സ് കാൽക്കുലേഷൻസും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അമേരിക്കൻ ഫോർമുല. അല്ലാതെ അമേരിക്കൻ റീജിയനിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ഉള്ള
ആ ഒരു റിഗ്രഷൻ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല വെച്ചാണ് നമ്മൾ ഹീറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ കേരളത്തിന് വേണ്ടി ട്യൂൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കേരളത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ ഈ 54 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത് ഒരു എക്സാജറേറ്റഡ് ഒരു വാല്യൂ ആണ്. ഒരുപക്ഷെ IMD പോലും അത് എൻഡോസ് ചെയ്തിട്ടില്ല. അപ്പൊ IMD 54 ഡിഗ്രി സെൽഷ്യസ് ആവുമെന്ന്, ഹീറ്റ് ഇൻഡെക്സ് ആവുമെന്ന് ഇതുവരെ എങ്ങും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പം പൊതുവെ ഈ ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ താപനിലയും ഹ്യൂമിഡിറ്റിയുമായിട്ട് ചേരുമ്പോൾ നമുക്ക് അനുഭവേദ്യമാകുന്ന ചൂടിന്റെ ഒരു ഡിസ്കംഫർട്ട് ഇൻഡെക്സ് മാത്രമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരം 37 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കപ്പെടുന്നത് നമ്മുടെ മെറ്റാബോളിസത്തിലൂടെയൊക്കെ നമ്മൾ ജലം നമ്മുടെ ശരീരത്തിലെ വിലയിരുത്തലുകൾ വേണം, റിപ്പോർട്ടുകളിലേക്ക് വരേണ്ടതുണ്ട്. ഒരു ഇടവേള കഴിഞ്ഞ് പെട്ടെന്ന് മടങ്ങി വരാം. ചർച്ചയിലേക്ക് തിരികെ എത്താം. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, അതായത് ഈ എല്ലാ വർഷവും ചൂടിങ്ങനെ കൂടിക്കൂടി വരികയല്ലല്ലോ, ചൂട് കൂടുന്നുമുണ്ട്, കുറയുന്നുമുണ്ട്, കയറ്റിറക്കമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്നോടാണോ? അതെ, അങ്ങയോടാണ്. ഹലോ, അങ്ങയോടാണ്. അതായത് നമ്മുടെ ചൂടെന്ന് പറയുന്നതും കാലാവസ്ഥാ മാറ്റമെന്ന് പറയുന്നതുമൊക്കെ നിയതമായ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഭൂവിനിയോഗം. നമ്മുടെ ഭൂമി എങ്ങനെ വിനിയോഗിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. പ്രത്യേകിച്ച് 460 BC നമ്മുടെ പ്ലേറ്റോ, അന്നത്തെ നല്ല തത്വചിന്തകനാണ് പ്ലേറ്റോ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. 460 BC ഇത്രയും, അന്ന് ശാസ്ത്രമൊന്നും വികസിച്ചിട്ടില്ല. ഒരു പ്രദേശത്തെ ഭൂവിനിയോഗ രീതികളും അവിടുത്തെ ചൂടിനെ വല്ലാതെ സ്വാധീനിക്കും. അപ്പോൾ ആപേക്ഷികമായ ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, കടലിൻ്റെ സാമീപ്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലയുടെ സാമീപ്യം, സസ്യലതാദികളുടെ സാമീപ്യം, അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു പ്രതിസന്ധിയാണ് കേരളത്തിൽ. ഇപ്പോൾ ഒരുപക്ഷെ ബ്രഹ്മപുരം കത്തിയതിൻ്റെ അവിടെ ആരും കൊണ്ട് തീയിട്ടതല്ലല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് അല്ലാതെ കത്തിയതല്ലേ, സ്വാഭാവികമായിട്ട് കത്തിയതല്ലേ. അതിന് ഈ ചൂടുമൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ അന്തരീക്ഷ താപനില, പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലത്ത് അന്തരീക്ഷ താപനില കൂട്ടുന്നതിൽ, കുറയ്ക്കുന്നതിൽ, നിയന്ത്രിക്കുന്നതിൽ ഞാനീ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെൻറ്റിനും പങ്കുണ്ട്, ഇവിടുത്തെ ഭൂവിനിയോഗ രീതികൾക്ക് പങ്കുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കടലിൻ്റെ കാര്യത്തിന് പങ്കുണ്ട്. പിന്നെ ആഗോളതലത്തിലും ഇന്ത്യയിലാകെ സംഭവിക്കുന്ന, നേരത്തെ ഡോക്ടർ അഭിലാഷ് ജി പറഞ്ഞ പോലെ ചക്രവാതത്തിൻ്റെയും സൈക്ലോണിൻ്റെയും ആൻറ്റി സൈക്ലോണിൻ്റെയും ഒക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രാദേശികമായ ഒരു മൈക്രോ ക്ലൈമാറ്റുമുണ്ട്, ഒരു സൂക്ഷ്മ കാലാവസ്ഥ ഉണ്ട്. ആ സൂക്ഷ്മ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുമുണ്ട്. ആ ഘടകങ്ങളിൽ വലിയ വ്യത്യാസം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മളെ പഠനങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്, ആരുടെയും കുറ്റമല്ലാതെ. നമ്മുടെ സൂക്ഷ്മ കാലാവസ്ഥ ഇത്രയും ഡൈനാമിക്കായ ഒരു ഭൂവിനിയോഗമുള്ളൊരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് വളരെ ഡൈനാമിക്കാണ്. രാവിലെ മലയുണ്ട്, വൈകുന്നേരമാകുമ്പോൾ മലയില്ല, രാവിലെ വയലുണ്ട്, വൈകുന്നേരമാകുമ്പോൾ വയലില്ല. അത്ര ഡൈനാമിക്കായി ഭൂവിനിയോഗത്തിൽ മാറ്റം വരുന്നൊരു സ്ഥലത്ത് തീർച്ചയായും വളരെ ഡൈനാമിക്കായിരിക്കും ഈ താപനിലയിലും മഴയിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇപ്പം നോക്കൂ, ഇപ്പം നല്ല ചൂടാണല്ലോ. ഈ ചൂടിനിപ്പോൾ നമുക്ക് മഴക്കാലത്തേക്ക്, വലിയ മഴയിലേക്ക് അത് പോകുമെന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പം നല്ല ചൂടായ അന്തരീക്ഷം നന്നായി ചൂടാവുകയാണ്. അതനുസരിച്ച് നീരാവിയുടെ അളവ് കൂടും. സ്വാഭാവികമായിട്ട് അത് ഉണ്ടാക്കുന്ന മറ്റ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനീ പറഞ്ഞ വിവിധ ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു പ്രദേശത്തിൻ്റെ ചൂട് നിർണ്ണയിക്കപ്പെടുന്നതും മഴയൊക്കെ നിർണ്ണയിക്കപ്പെടുന്നതും. അതിൽ നമുക്ക് വലിയ റോളുണ്ട്. പ്രത്യേകിച്ച് ആന്ത്രോപ്പോജനിക് ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടും ക്ലൈമാറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു. ആന്ത്രോപ്പോജനിക് ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ഇടപെടൽ, നാം കത്തിക്കുന്ന കാർബൺ, നാം ഉപയോഗിക്കുന്ന വേസ്റ്റ്, അത് കത്തിക്കുന്ന പ്രശ്നങ്ങൾ, പ്ലാസ്റ്റിക് കത്തിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ താപനിലയെ വല്ലാതെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ശരി, ഡോക്ടർ എസ് അഭിലാഷ്, അതായത് ഈ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഈ കുന്നുകൾ ഇപ്പോഴും നിർബാധമിടിക്കുകയാണ്. വലിയ വലിയ കുന്നുകൾ, ചതുപ്പുകൾ നികത്തി മാളികകൾ പണിയുന്നു. ഈ ഭൂമി ഇടിക്കുന്നതിൻ്റെ അളവ് കൂടുന്നു. വെള്ളം സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഇല്ലാതെയാകുന്നു. അങ്ങനെ പല പല പ്രതിസന്ധികൾ പാരിസ്ഥിതികമായിട്ടുണ്ട്. ഈ ചൂടിനെ അതിജീവിക്കാൻ ഇനി എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും സുഭാഷ് സാർ പറഞ്ഞതുപോലെ ആഗോളതലത്തിലുള്ള ഒരു ആഗോളതാപനം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രാദേശികമായിട്ട് അനുഭവപ്പെടുന്ന
ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വികലമായിട്ടുള്ള ഭൂവിനിയോഗത്തിലുള്ള വന്ന മാറ്റങ്ങളാണ്. കാരണം ഒരുപക്ഷെ 37°C താങ്കൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പണ്ട് കാലത്തും കേരളത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. 37-38 എന്നൊക്കെ പറയുന്നത് മാർച്ച് മാസത്തിലെ ശരാശരി താപനിലയാണ്. അത് പണ്ട് കാലത്തും നമ്മുടെ റീജിയനിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും നമ്മുടെ പ്രദേശത്ത് അനുഭവിക്കാതിരുന്ന ഇത്തരം വലിയൊരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ അസഹനീയമായ അവസ്ഥ, അതിന്റെ പ്രധാന കാരണം നമ്മുടെ പ്രദേശത്തെ ഈ പറഞ്ഞ പോലെ വനങ്ങളിൽ ഉണ്ടാകുന്ന കുറവ്, പിന്നെ ഒരു ലാർജ് സ്കെയിൽ കേരളം മുഴുവൻ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു ആസ് എ സ്റ്റേറ്റ് ഒരു വലിയ അർബനൈസേഷനിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അർബൻ ഈ ഹീറ്റ് ഐലൻഡ് എഫക്ട്, അതായത് താപത്തുരുത്ത് എന്ന് പറയുന്ന ഒരു നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള താപത്തുരുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിനെ എല്ലാം മാറ്റിക്കൊണ്ട് കണ്ടൽക്കാടുകളെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ വനങ്ങളെയും കാടുകളെയും കുന്നുകളെയും നമ്മൾ മാറ്റിക്കൊണ്ട് അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങളും വലിയ റോഡുകളൊക്കെ ഈ താപം ആഗിരണം ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ചുറ്റും ഉണ്ടാക്കുന്ന കോൺക്രീറ്റ് ഈ പേവിംഗ് ബ്ലോക്സ്, അതായത് കോൺക്രീറ്റ് ചുറ്റും വിരിക്കുന്നത്, ഇതെല്ലാം അർബണൈസേഷന്റെ ഒരു ഘടകമായിട്ട് ഒരു അധിക താപനില റീറ്റെയിൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പം താപനില കൂടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ അദ്ദേഹം തുടക്കത്തിൽ തന്നെ സുഭാഷ് സാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അനുഭവപ്പെടുന്ന ചൂടെന്ന് പറയുന്നത് നമ്മുടെ സർഫസിൽ നിന്നും ബഹിർഗമിക്കുന്ന ഈ ലോങ് വേവ് റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന ചൂടാണ് നമുക്ക് ഏറ്റവും ഭൂമിയുടെ അന്തരീക്ഷത്തെയൊക്കെ ചൂട് പിടിപ്പിക്കുന്നത്. അപ്പം ഇത്തരം ഘടകങ്ങൾ, അതായത് മാനുഷികമായിട്ടുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ഈ ചൂടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം അത് പ്രാദേശിക അടിസ്ഥാനത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് പണ്ട് കാലത്ത് 38°C ആംബിയൻ ചൂടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇത്ര വലിയൊരു പ്രശ്നമായിട്ട് അനുഭവപ്പെടാത്തതിന്റെ പ്രധാന കാരണം അത് അക്കോമഡേറ്റ് ചെയ്യുന്ന, അതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള പച്ചപ്പും ഒക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി നമ്മുടെ ഒരു വലിയൊരു അർബനൈസേഷനിലേക്ക് മാറുന്നതിന്റെ പാർട്ടായിട്ട് അത്തരം ആ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണ ശേഷിയും ഒരു വശത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ഈ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് നമുക്ക് ആവശ്യം. അതായത് മഴ വരുമ്പം എല്ലാവരും മഴയെ പറ്റി മാത്രം പറയുന്നു, ചൂട് വരുമ്പോൾ ചൂടിനെ പറ്റി സംസാരിക്കുന്നു. പക്ഷെ ഈ ഓരോ സമയത്തും ഈ കാലാവസ്ഥയുടെ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ അൺസർട്ടണിറ്റി ഇത് വളരെ വലിയ രീതിയിലാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഫെബ്രുവരി മാസത്തിൽ ചൂട് തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് മാർച്ച് മാസത്തിൽ ചൂട് തുടങ്ങുമ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെ നദികളും കുളങ്ങളും കിണറുകളും മറ്റും വറ്റുന്നത്. അപ്പൊ ഈ വർഷം സംഭവിച്ചത് എന്താണ്? ഫെബ്രുവരിയിൽ തുടങ്ങിയ ചൂടിൽ തന്നെ ഒട്ടുമിക്ക നദികളും വറ്റി, ജലാശയങ്ങളും വറ്റി, നമ്മുടെ ജലസ്രോതസ്സുകൾ സർഫസ് വാട്ടർ, അതായത് നമ്മുടെ സർഫസിൽ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ നീരാവിയായിട്ട് നഷ്ടപ്പെട്ട് ബാഷ്പീകരണത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഫെബ്രുവരിയിൽ തന്നെ നമുക്കുണ്ടായി. മാർച്ച് മാസത്തിൽ വരളേണ്ട, അതായത് ഈ മീനച്ചിലാറ്, അതുപോലെ ഭാരതപ്പുഴ ഓൾറെഡി തന്നെ നമ്മൾ ശീലിച്ചതാണ്. പക്ഷെ മീനച്ചിലാറിലൊക്കെ ഈ വർഷം സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു വർഷവും അവർ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വെള്ളം വറ്റിയിരിക്കുകയാണ്. അപ്പം മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ ഫെബ്രുവരിയിലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു ജലക്ഷാമമാണ് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടത്. കാരണം വേനൽ മഴ വലിയ തോതിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഒരുപക്ഷെ മാർച്ച് പകുതിയോടുകൂടി ചെറിയ തോതിലുള്ള ഒറ്റപ്പെട്ട വേനൽ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു മഴ കൊണ്ട് നമുക്കിപ്പോ ഉണ്ടായ ജല ദൗർലഭ്യത്തെ പരിഹരിക്കാൻ ശേഷി ഉണ്ടാകും. 1-2 റിപ്പോർട്ടുകൾ കൂടി കണ്ട ശേഷം മടങ്ങി വരാം. സൂര്യാതപം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും ജനങ്ങളോട് നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ നട്ടുച്ചയ്ക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തൊഴിലാളികൾ. സ്വന്തം നിർദ്ദേശം സർക്കാർ നടപ്പാക്കിയില്ലെങ്കിൽ പിന്നെ എന്തു കാര്യമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:30. കത്തുന്ന വെയിൽ. 11 മണി മുതൽ 3 മണി വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിൽ പ്രവൃത്തി ചെയ്യരുതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. സർക്കാരിന് കീഴിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നു. തൊഴിലാളികൾ കനത്ത വെയിലിൽ ജോലി ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്.
കൊടും ചൂട് ഏൽക്കേണ്ടി വരുന്നവരിൽ ഏറ്റവും കൂടുതൽ പേർ പ്രവർത്തിക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലയിലാണ്. തിരുവനന്തപുരത്ത് നിരവധി ഫ്ളാറ്റുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും പ്രവൃത്തികൾ നടക്കുന്നു. സൂര്യാഘാതം ഏറ്റവും കൂടുതൽ ഏൽക്കാനിടയുള്ള ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം. ജീവിതത്തിന് പൊള്ളലേൽക്കാതിരിക്കാനാണ് തൊഴിലാളികളുടെ ഈ അത്യധ്വാനം. गर्मी कैसा लगता है? गर्मी अधिक गर्मी है, ज़्यादा है। हाँ, गर्मी है। गर्मी कैसा? हाँ, गर्मी लगता है। जैसा धूप करेगा वैसा गर्मी लगेगा। काम करने का कुछ तकलीफ है? काम करने के लिए तकलीफ है? अब तकलीफ है तो काम करना पड़ेगा। तुम्हारा गाँव किधर से? झारखंड। तुम्हारा गाँव? झारखंड। गर्मी है। काम करने से गर्मी है। തൊഴിൽ സമയം ക്രമീകരിക്കണമെന്ന തീരുമാനം ആദ്യം നടപ്പാക്കേണ്ടത് സർക്കാരാണ്. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടും. ജനങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയണം. വെയിലേറ്റ് വീഴാനും പാടില്ല. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വേനൽ കടുത്തതോടെ ജോലി സമയത്തിൽ ക്രമീകരണം വരുത്തിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. കനത്ത ചൂടിനെ അവഗണിച്ചും പണിക്കെത്തുന്ന തൊഴിലാളികളോട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. ചുട്ടുപൊള്ളുന്ന പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. മറ്റ് ജില്ലകളെ പോലെ പാലക്കാടും ചുട്ടുപൊള്ളുകയാണ്. പാടത്തും മറ്റും പണിയെടുക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ ചൂടിൽ പ്രതിസന്ധി നേരിടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലാണ്. നമുക്കിവിടെ കാണാം നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പാടത്ത് ഇവിടെ കനാൽ ഈ തോട് വൃത്തിയാക്കുന്ന പ്രവൃത്തിയിലാണ് ഇവർ ഏർപ്പെടുന്നത്. ഇപ്പോൾ ചൂട് കൂടിയതുകൊണ്ട് തന്നെ സമയവും ഇവരുടെ ജോലി സമയവും ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും പ്രായമുള്ള ആളുകളെല്ലാം ഈ ജോലിയിൽ സജീവമായി പണിയെടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അമ്മ, എങ്ങനെയുണ്ട് ചൂട്? ചൂടുണ്ട് മേനെ. ഇപ്പോൾ ഇതൊക്കെ ഇത്തിരി കാറ്റുള്ളത് കൊണ്ട് ചൂട് ഇത്തിരി കമ്മിയുണ്ട്. അല്ലെങ്കിൽ നല്ല ചൂടാണ്. ഇനിയിപ്പോൾ ചൂട് തന്നെ. അപ്പം ഈ ചൂട്ടിലാണെങ്കിലും ഞങ്ങൾ പണി എടുത്തുകൊണ്ടിരിക്കുക തന്നെ. ക്ഷീണം തോന്നുന്നുണ്ടോ? ആ, തോന്നുമ്പോൾ ഇത്തിരി തണുപ്പത്ത് വേണം കുത്തിരിക്കോ, ഇല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കുന്നില്ലേ? വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളമുണ്ട്. വെള്ളം. നമുക്ക് വേറെയും ഒരുപാട് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. അവരോട് ചോദിക്കാം. അമ്മ, എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ഇപ്പൊ? ചൂടൊക്കെ അങ്ങനെ 12 ഉച്ചയാകുമ്പോ അങ്ങനെ പണി ചെയ്യുന്ന പുക തന്നെ ഇത്തിരി ഇരിക്കും. അങ്ങനെ തന്നെ വെള്ളം കുടിക്കും. നല്ല ചൂടാണല്ലേ? ആ, നല്ല ചൂട് തന്നെ. പിന്നെ 12 മണിയായാൽ കൂടുതൽ ചൂടായി. ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ഇങ്ങോട്ട് ചൂട് പറഞ്ഞ് വെറുതെ ഒരു ഭാഗത്ത് ഇരുന്നാലും പണി നടക്കണ്ടേ. അപ്പൊ അങ്ങനെ പുക തന്നെ, സഹകരിച്ച് പുക തന്നെ. ചൂട് സഹിച്ച് പണിയെടുക്കുക. കുറച്ച് വെള്ളം കുടിക്കും, പിന്നെ അങ്ങനെ പണി ചെയ്യും. അങ്ങനെ പോണം. എന്തായാലും നമുക്ക് ഇവിടെ തൊഴിലുറപ്പിന്റെ സൂപ്പർവൈസർ ഇവിടെയുണ്ട്. ഇപ്പൊ ഈ ചൂട് കൂടിയ സാഹചര്യത്തില് നമ്മളിപ്പം ഇത്രയും തൊഴിലാളികളുണ്ടല്ലോ, അപ്പൊ എന്തെല്ലാം മുൻകരുതൽ, എന്തെല്ലാം നമ്മൾ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്? നമ്മൾ ചൂടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 7 to 11 നമുക്ക് തന്ന സമയം. പിന്നെ 3 മണി തൊട്ടിട്ട് 6:30 വരെയാണ് ഞങ്ങൾക്കുള്ള സമയം. അപ്പം ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് 7:30 ആവുന്നുണ്ട്. ഞങ്ങളുടെ പണി തുടങ്ങാൻ 7:30 ആവുന്നുണ്ട്. എന്നാലും ഞങ്ങൾ 12 മണി വരെ ക്രമീകരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മമാർക്ക്, കൂടുതലും വയസ്സായ അമ്മമാരാണ് ഇവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ ആ അമ്മമാർക്ക് ക്ഷീണം അങ്ങനെ തോന്നിയാൽ കുറച്ച് സമയം ഞങ്ങൾ തണലത്തി ഇരുത്തി അവർക്കൊരു ആശ്വാസശേഷമേ അടുത്ത പണി ഞങ്ങൾ ചെയ്യിപ്പിക്കാറുള്ളൂ. പിന്നെ അതുകൂടാതെ അവരുടെ എന്താ പറയുക, ആരോഗ്യപരമായ കാര്യത്തിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളമാണ് റെഡിയാക്കി ഇവിടെ തന്നെ ഞങ്ങൾ വെച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പണി എടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവർക്ക് റെസ്റ്റ് വേണ്ട സമയത്ത് കുറച്ച് സമയം റെസ്റ്റ് കൊടുത്തിട്ടാണ് ബാധിക്കാത്ത തരത്തിൽ അവരെ ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾ അടുത്തുള്ള വീടുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇഷ്ടം പോലെ അവർക്ക് വേണ്ട സമയത്ത് വെള്ളവും ഇതെല്ലാം കൊടുക്കാറുണ്ട്. കുഴപ്പമില്ലാത്ത ലെവലിൽ പോകുന്നുണ്ട്. ഇവിടെ ഒരു അമ്മയുണ്ട്. അമ്മ, എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടാണോ? ചൂടില്ല, കാറ്റ് വരുന്നുണ്ട്. കാറ്റ് വരുന്നോണ്ട് ആശ്വാസം ഉണ്ട് അല്ലേ? എത്ര വയസ്സായി? 70. അപ്പം ഈ ക്ഷീണം വരുമ്പോ തണലത്തേക്കൊക്കെ മാറിയിരിക്കുവോ? വീണ്ടും മഴ എടുക്കും. ഓക്കെ. കാറ്റ് കൊണ്ട് ഇപ്പൊ അറിയാണ്ടാണ്. ചൂടൊക്കെ ഉണ്ട്. 12 മണിയാകുമ്പോ നല്ല ചൂടാണ്. ക്ഷീണം തോന്നാറുണ്ടോ? ഇല്ല, ക്ഷീണം ഉണ്ടെങ്കിൽ പണിക്ക് പറ്റില്ലല്ലോ. ക്ഷീണം പണിക്ക് വരില്ല. നല്ലപോലെ വെള്ളം കുടിക്കണം. വെള്ളമൊക്കെ ഇവിടെ ഉണ്ടോ? വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇല്ല. ശരി.
അതാണ് എന്തായാലും ചൂട് ആണെങ്കിലും ആവശ്യമായ വെള്ളവും അതോടൊപ്പം തന്നെ പ്രായമായ ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ തണലത്തേക്ക് മാറിയിരിക്കാനുള്ള സൗകര്യമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ചൂട് കൂടും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തൊഴിൽ സമയത്തിലൊരു ക്രമീകരണം വരും ദിവസങ്ങളിലുണ്ടാവും. അത് കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. ഇനി സമയപരിമിതിയുണ്ട് ചർച്ചയ്ക്ക്. രണ്ടുപേരോടും ഓരോ ചോദ്യം. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഈ ചൂടിനെ നമ്മൾ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഹലോ, ചൂടിനെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ നമ്മളിപ്പോൾ 1 മണി സമയമാണല്ലോ, 12:45. അവർ 11 മണിക്കും 3 മണിക്ക് ശേഷവും ഇടയ്ക്കും റോഡിൽ ഇറങ്ങരുതെന്നും പണിയരുതെന്ന് പറഞ്ഞിട്ട് 70 വയസ്സായ അമ്മയുടെ ഇൻ്റർവ്യൂ നമുക്ക് കിട്ടിയത് 12:45 1 മണിക്ക് അടുപ്പിച്ചാണ് നമുക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നത്. അപ്പോൾ ഇത് ആളുകൾ കർശനമായി പാലിക്കപ്പെടും. അത് തത്സമയമായിരുന്നില്ല കേട്ടോ, അത് തത്സമയമായിരുന്നില്ല, നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു. നേരത്തെ തയ്യാറാക്കിയതാണ്. അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. തത്സമയമായിരുന്നെങ്കിൽ പിന്നെ അതൊരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും, ഇപ്പോൾ തിരുവനന്തപുരത്ത് അടക്കമുള്ള പല സ്ഥലങ്ങളിലും റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടെന്നേ. നമ്മളിത് പറയുന്ന സമയത്തും റോഡ് പണി ആളുകളൊക്കെ ധാരാളം, ഞാനിപ്പോൾ സിറ്റിയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ധാരാളം വാഹനങ്ങൾ, ധാരാളം ആളുകളൊക്കെ റോഡിലുണ്ട്. അപ്പോൾ നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്ലാൻ നമുക്കുണ്ടാവണമെന്നേ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം, ഒരു ക്ലൈമാറ്റിക് ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം, ആളുകളെ ഈ ജീവിത രീതി നന്നായി പഠിപ്പിക്കണം. ഇനി പുതിയ രീതിയിൽ ജീവിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമ്പർ 2. നമ്പർ 3, 2-3 കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കും. ഒന്ന്, ശുദ്ധജല സ്രോതസ്സുകളുടെ അളവ് കുറയും, നന്നായി മലിനീകരിക്കപ്പെടും. ഇരുമ്പിൻ്റെ അംശം, ഫ്ലൂറൈഡ്, ക്ലോറൈഡിൻ്റെ അംശം വെള്ളത്തിൽ കലരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഭൂഗർഭജലത്തിൻ്റെ തോത് കുറയുന്നതനുസരിച്ച്, ഉപരിതല ജലസ്രോതസ് കുറയുന്നതനുസരിച്ച് ഉള്ള ജലസ്രോതസ്സുകളിൽ ഇരുമ്പിൻ്റെയും ഫ്ലൂറൈഡിൻ്റെയും ക്ലോറൈഡിൻ്റെയും അളവ് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ജലം മലിനീകരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ജലം മലിനീകരിക്കപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ജല അച്ചടക്കം. ഒരു തുള്ളി വെള്ളം ഒരു സെക്കൻഡിൽ പോയാൽ ഒരു വർഷം 44 ലിറ്റർ വെള്ളമാണ് പോകുന്നത്. നമ്മുടെ ബാത്റൂം മുതൽ, നമ്മുടെ അടുക്കള മുതൽ, പറമ്പും പാടവും എല്ലായിടത്തും കഴിയുന്നത്ര വെള്ളം സേവ് ചെയ്യാൻ നോക്കണം, പ്രത്യേകിച്ച് ശുദ്ധമായ ജലം. അപ്പോൾ ഒരു ത്രിമൂർത്തി മന്ത്രം ത്രിതല മന്ത്രം എടുക്കേണ്ടതാണ്. 1, ഉള്ള ജലസ്രോതസ്സുകൾ പരമാവധി സംരക്ഷിക്കണം. 2, ഒരു കാരണവശാൽ അത് മലിനപ്പെടുത്തരുത്. 3, ശുദ്ധജലം കുറച്ച് വളരെ അച്ചടക്കത്തോടു കൂടി പ്രയോജനപ്പെടുത്തണം. 4-മതായി, ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ട്, മഴ വരും. പിന്നെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, ഡോക്ടർ അഭിലാഷ് പറഞ്ഞ പോലെ മഴ വരും. വരുന്ന ഇടമഴകളെ പരമാവധി പറമ്പിലും പാടത്തും കിണറുകളിലും മഴവെള്ള സംഭരണികളിലും കുളങ്ങളിലും നദികളിലും പരമാവധി സ്ഥലങ്ങളിൽ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പുകാരും മറ്റുള്ളവരെല്ലാം കൂടി ചെയ്യണം. അങ്ങനെ ഒരു ആപത്ത് കാലത്തെ കടത്തിവിടണം. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ ആപത്ത് കാലത്ത് മാത്രമാണ് ആപത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സമ്പന്ന കാലം വരുമ്പോൾ നമ്മളത് മറന്നുപോവുകയും ചെയ്യും. വേനൽക്കാലത്ത് വേനലിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും മഴക്കാലത്ത് മഴയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിനപ്പുറം മഴക്കാലത്ത് വേനലിൽ വെള്ളം കരുതി വയ്ക്കുന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ നടക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ജലസാക്ഷരതയുടെ പ്രശ്നമുണ്ട്, ഒരു കാലാവസ്ഥാ സാക്ഷരതയുടെ പ്രശ്നമുണ്ട്, ഒരു വിഭവ സാക്ഷരതയുടെ പ്രശ്നമുണ്ട് കേരളത്തിൽ. അപ്പോൾ അത് വളരെ ഗൗരവമായി സമസ്ത സ്ഥലങ്ങളിലും കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കാലത്ത്, ഇതൊരു പ്രതിസന്ധി കാലമാണ്, ഒരു ക്ഷാമകാലമാണ്. അപ്പോൾ ക്ഷാമകാലത്തെ നമുക്ക് അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ദീർഘകാലത്തിൽ നടത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അങ്ങനെ ദീർഘകാലത്തിൽ ചെയ്യുന്നതിനുള്ള വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മലിനമാകാതെ സൂക്ഷിക്കുക, അച്ചടക്കത്തോടെ വിനിയോഗിക്കുക. ഇപ്പോൾ വീട്ടിലുള്ള മറ്റ് പൂന്തോട്ടം നനയ്ക്കുന്നു, കാർ കഴുകുന്നു, ഇതൊക്കെ അതിരാവിലെയും രാത്രിയാക്കുക. ഇങ്ങനെ ഒരു വലിയൊരു പ്രോട്ടോക്കാൾ, ഞാൻ പറയുന്നത് ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല, വലിയ ഒരു ഡിസിപ്ലിൻ ആൻഡ് ഒരു പ്രോട്ടോക്കാൾ, ക്ലൈമാറ്റിക് പ്രോട്ടോക്കാൾ നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അത് സർക്കാരുകളും പഞ്ചായത്തുകളും ചെയ്യണം. അത് സംസ്ഥാന അടിസ്ഥാനത്തിലൊരു പ്രോട്ടോക്കാൾ പോരാ, കാര്യം പ്രാദേശിക അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ മാറി മാറി വരുന്നത്. അപ്പോൾ മിനിമം ജില്ലാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലെങ്കിലും ഒരു ക്ലൈമാറ്റിക് ആക്ഷൻ പ്ലാൻ, ഒരു ക്ലൈമാറ്റിക് പ്രോട്ടോക്കാൾ, ഒരു ക്ലൈമാറ്റിക് കലണ്ടർ നമുക്ക് ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ശരി, ഡോക്ടർ എസ് അഭിലാഷ്, ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ പതിവാണ്. ഇപ്പോൾ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുപോലെ മഴക്കാലത്ത് വേനലും വേനൽക്കാലത്ത് മഴയും ചർച്ച ചെയ്യപ്പെടണം. ഒരു വേനൽക്കാല മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം, ജല അച്ചടക്കം വേണം, അങ്ങനെ പലതും അദ്ദേഹം പറഞ്ഞു. ഈ ബോധവൽക്കരണം കൊണ്ട് മാത്രം നമുക്ക് ഈ വെയിൽപ്പൊക്കത്തെ, അങ്ങനെ പറയാമെന്ന് തോന്നുന്നു, വെയിൽപ്പൊക്കത്തെ മറികടക്കാനാകുമോ?
ഇത് നമ്മൾ വേനൽക്കാല ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നതിനേക്കാളും ഉപരി ഒരു ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ആണ് നമുക്ക് ആവശ്യം. കാരണം ക്ലൈമറ്റ് വേരിയബിലിറ്റിയുടെ പാർട്ടായിട്ട് വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ ഓരോ പ്രദേശത്തെ അവസ്ഥ വ്യത്യസ്തമാണ്. ഇപ്പം സുഭാഷ് സാറ് സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു സ്റ്റേറ്റ് ലെവൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുകയില്ല. പല പ്രദേശത്തെയും പ്രാദേശികമായിട്ടുള്ള സവിശേഷതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ആണ് നമുക്ക് ആവശ്യം. അതുവഴി നമുക്ക് വെള്ളപ്പൊക്കത്തെയും തടയുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകണം. നമുക്ക് അതോടൊപ്പം തന്നെ വരൾച്ചയെ നേരിടാനുള്ള പ്രവർത്തനം അതുവഴി നമുക്ക് സംജാതമാകണം. അതോടൊപ്പം തന്നെ ഈ ചൂട് കൂടുന്നതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രവർത്തനവും അതുവഴി നമുക്ക് ഈ ഒരു എക്കോസിസ്റ്റം ബേസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതാത് പ്രാദേശിക പരിസ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഘടകങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ആണ് നമുക്ക് ആവശ്യം. അപ്പൊ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ചൂട് വരുമ്പോൾ ചൂടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ഒരു നേച്ചർ ബേസ്ഡ് അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് നമുക്ക് ആവശ്യം. ഒരു മഴക്കുഴി കുഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വെള്ളം അല്ലെങ്കിൽ തണ്ണീർപ്പന്തൽ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ആ പ്രശ്നത്തെ ഷോർട്ട് ടൈമിൽ നമുക്ക് പരിഹരിക്കാം. അത് ആവശ്യമാണ്. കാരണം ഇത്തരം അവസരങ്ങളിൽ ഇത്തരം തണ്ണീർപ്പന്തലുകളും അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങളും മറ്റും നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമല്ല. നമ്മുടെ ഈ ചർച്ചകൾ മൊത്തവും നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മാനുഷികമായിട്ടുള്ള ഒരു ആന്ത്രോപോസെൻട്രിക് ആയിട്ടുള്ള പരിഗണനയിലൂടെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിയെ പരിഗണിച്ചു വേണം മുന്നോട്ട് പോക്ക്. അത് മനുഷ്യന് ഭാവിയിലേക്കുള്ള കരുതലായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉള്ളതിനെ സംരക്ഷിക്കുക, അത് മലിനമാകാതെ സൂക്ഷിക്കുക, ഉപയോഗിക്കുന്നത് കരുതലോടെയാവുക. ഒരു സമഗ്രമായ കാലാവസ്ഥ മാസ്റ്റർ പ്ലാൻ നമുക്ക് അനിവാര്യമാണ്. വലിയ നിർദ്ദേശങ്ങളാണ്, കൃത്യമായ നിർദ്ദേശങ്ങളാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. വളരെയധികം നന്ദി ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ എസ് അഭിലാഷ് സൺഡേ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.